നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. ലഹരി വിപത്തിനെതിരെ പരസ്പരം പഴിചാരുന്നത് ബാലിശം. ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഇഫ്താർ വിരുന്നും. കണ്ണാടിയിൽ ആശാ വർക്കർമാർക്ക് CPM അംഗത്തിന്റെ ഭീഷണി. തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്നവരെ പിന്തുണയ്ക്കുന്നവർക്ക് പിന്നെ പണിയുണ്ടാകില്ല. ഭീഷണി മുഴക്കിയത് വാട്സ്ആപ്പ് മുഖേന. ആരെങ്കിലും സമരത്തിൽ പങ്കെടുത്തതായി വിവരം ലഭിച്ചാൽ അക്കാര്യം ഏരിയ സെക്രട്ടറിയെ അറിയിക്കണമെന്നും പുള്ളേരിയിലെ വനിതാ LC അംഗത്തിന്റെ നിർദ്ദേശം. ചെറുതുരുത്തി കലാമണ്ഡലത്തിന് മുന്നിൽ വിരമിച്ച അധ്യാപകർ നടത്തിവന്ന അനിശ്ചിതകാല സമരം പിൻവലിച്ചു. 15 ദിവസം നീണ്ടുനിന്ന സമരം പിൻവലിച്ചത് ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന സർക്കാർ ഉറപ്പിൽ. ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സ് സമരം ചെയ്തത് ശമ്പള കുടിശ്ശികയും പെൻഷൻ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട്. പാരമ്പര്യത്തിന്റെ തലയെടുപ്പും വർണ്ണക്കാഴ്ചകളുടെ വിസ്മയവുമായി മണ്ണൂർ കൈമകുന്നത്തുകാവ് കൂത്തുതാലപ്പൊലി ആഘോഷത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. അമ്പലപ്പാറ മുതലപ്പാറ പൂരത്തിന് ആവേശക്കൊടിയേറ്റം. പൂരം ഏപ്രിൽ 1. വാർത്തകൾ വിശദമായി. ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസും ഇഫ്താർ സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വസീഫ്. പരസ്പരം പഴിചാരുകയല്ല, ലഹരി എന്ന വിപത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടുകയാണ് വേണ്ടതെന്ന് വി വസീഫ് ചൂണ്ടിക്കാട്ടി. പറ്റില്ല, അതിലേക്കൊക്കെ പോയി പോകും. പക്ഷേ അവരെയെല്ലാം തിരുത്താനും അവരെ ബോധവൽക്കരിക്കാനും ഇത് തെറ്റാണ് എന്ന് പഠിപ്പിക്കാനും നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുമൊക്കെ വളരെ കൃത്യമായ ജാഗ്രത കാണിക്കുന്ന ഇടപെടുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ. ഇപ്പോൾ കേരളത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഈ പത്രവും ചാനലുകൾക്ക് മുമ്പിലൊക്കെ വന്ന് ഞങ്ങൾ ലഹരിക്കെതിരെ പോരാട്ടത്തിലാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ പലരും ഉണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ പട്ടാമ്പിയിലെ ഡിവൈഎഫ്ഐക്കാർ ഇവിടെ ഒരു വിപുലമായ പരിപാടിയാണ് ഇപ്പോൾ സംഘടിപ്പിച്ചത്. ഇത് മാത്രമല്ല, ഞങ്ങൾ ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന ക്യാമ്പയിൻ തുടങ്ങിയിട്ട് വർഷം 3 ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവാനിയ ഗാർഡൻസിലായിരുന്നു പരിപാടി. ഇഫ്താർ സംഗമത്തിന് പുറമെ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ്, ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ജാഗ്രതാ സമിതി രൂപീകരണം എന്നിവയുമുണ്ടായി. പാലക്കാട് വിമുക്തി മിഷൻ എക്സൈസ് ഓഫീസർ MP അബ്ദുറഹ്മാൻ പ്രഭാഷണം നടത്തി. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, TP ഷാജി, SI മണികണ്ഠൻ, ഡോക്ടർ രേഖാകൃഷ്ണൻ, KR നാരായണസ്വാമി, AN നീരജ്, രജീഷ്, TP രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇഫ്താർ സംഗമത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സമരം നടത്തുന്ന ആശാ വർക്കർമാരെ സഹായിച്ചാൽ പിന്നീടവർ ആശയായി തുടരില്ലെന്ന് കണ്ണാടിയിൽ CPM അംഗത്തിന്റെ ഭീഷണി. കണ്ണാടി പഞ്ചായത്തിലെ ആശാ വർക്കർമാരോടാണ് വാട്സ്ആപ്പ് മുഖേന CPM അംഗം ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അതെ, നമ്മുടെ എല്ലാ പഞ്ചായത്തിന്റെയും എനിക്കൊരു പ്രത്യേക ശ്രദ്ധയ്ക്ക് കണ്ണാടി ആരെയും പോകുന്നുണ്ട് പറയേണ്ടത്. കണ്ണാടി പഞ്ചായത്തിലെ ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട്. ആരെങ്കിലും പോയി എന്നറിഞ്ഞാൽ ഒരാശ പോലും ഇവിടുന്ന് പോയി എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിതിൻ ഏരിയ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ആ പോയ പോലെ ഉണ്ടാവുള്ളൂ. പിന്നെ ആ ആശയിൽ തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി കണ്ണാടി പഞ്ചായത്തിൽ നിന്ന് ചിലർ പോകാൻ തയ്യാറെടുക്കുന്നുണ്ടെന്നും ഇത് വേണ്ടെന്നുമാണ് മുകളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നതെന്ന് വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നു. കൊടുമ്പ് പേഴുംപള്ളം പുള്ളേരി LC അംഗം രമണിയാണ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സന്ദേശം അയച്ചിരിക്കുന്നത്. ആരെങ്കിലും പങ്കെടുത്താൽ അവരുടെ വിവരം പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് അംഗങ്ങളെയും LC മെമ്പർമാരെ അറിയിക്കുമെന്നും പറയുന്നുണ്ട്. ഇവരുടെ വിവരങ്ങൾ സഹിതം ഫോൺ നമ്പർ ബന്ധപ്പെട്ടവർക്ക് നൽകണമെന്നും സന്ദേശത്തിൽ പറയുന്നു. ഇത് സംബന്ധിച്ച് പൂർണ്ണ വിവരം ഏരിയ സെക്രട്ടറി നിതിൻ കണിച്ചേരിയെ അറിയിക്കണമെന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സമരത്തിൽ പങ്കെടുത്താൽ മന്ത്രിതലത്തിൽ ഇടപെടൽ ഉണ്ടാകും. പോയതുപോലെ തിരിച്ചു വരാൻ കഴിയില്ല. പിന്നെ ആശാവർക്കറായി പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും രമണി സന്ദേശത്തിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം നടത്തുന്ന ആശാവർക്കർമാരെ അധിക്ഷേപിക്കുന്നതിന് പുറമെ CPM ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്ന രീതി കൂടി പുറത്തെടുത്തിരിക്കുകയാണെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. ജോലി തന്നെ നഷ്ടപ്പെടുത്തുമെന്നാണ് CPM വ്യക്തമാക്കുന്നത്. നേരത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും കുടുംബശ്രീക്കാരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു.
സമരത്തിൽ പങ്കെടുക്കാനും കൺവെൻഷനുകളിൽ ആളെ കൂട്ടാനും CPM മിക്കയിടങ്ങളിലും കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയുമാണ് ഉൾക്കൊള്ളിക്കാറുള്ളതെന്ന് സന്ദേശത്തിനെതിരെ പ്രതിഷേധമുയർത്തുന്നവർ ചൂണ്ടിക്കാട്ടി. സമരപരിപാടികളിലും പൊതുയോഗങ്ങളിലും പങ്കെടുത്തില്ലെങ്കിൽ പിരിച്ചുവിടുമെന്ന് ഭീഷണിയുണ്ടായിട്ടുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. ആശാവർക്കർമാരുടെ സമരത്തിന് ദിനംപ്രതി പിന്തുണ വർദ്ധിക്കുന്നതിനുള്ള അസഹിഷ്ണുതയാണ് CPM പുറത്തെടുക്കുന്നതെന്ന് പ്രദേശത്തെ മറ്റ് പാർട്ടി ഭാരവാഹികൾ പറഞ്ഞു. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നിരന്തരം അവഹേളിക്കുന്ന ആശാവർക്കർമാരുടെ സമരം ഓരോ ദിവസം കഴിയുന്തോറും ശക്തി പ്രാപിക്കുകയാണ്. രാഷ്ട്രീയ കക്ഷിഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. അതേസമയം കോൺഗ്രസിൻ്റെയും BJPയുടെയും രാഷ്ട്രീയ കളിയാണ് ആശകളുടെ സമരമെന്നും ഒരു വിഭാഗം പറയുന്നു. സമരത്തിൽ പോയ പോലെ പിന്നീട് ആശയിൽ തുടരില്ലെന്നും CPM ഏരിയ സെക്രട്ടറി വ്യക്തമാക്കിയതായും ഈ വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശമ്പള കുടിശ്ശികയും പെൻഷൻ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് ചെറുതുരുത്തി കലാമണ്ഡലത്തിന് മുന്നിൽ ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സ് നടത്തിവന്ന അനിശ്ചിതകാല സമരം പിൻവലിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയ സാഹചര്യത്തിലാണ് 15 ദിവസം പിന്നിട്ട സമരം നിർത്തിവെച്ചത്. സമരത്തിന്റെ 15ാം ദിവസം കേരള സർക്കാർ സമരസമിതി നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ഡോക്ടർ രാജനൻ ഖോബ്രഗഡെ IPS അഡീഷണൽ ചീഫ് സെക്രട്ടറി സാംസ്കാരിക കാര്യ വകുപ്പുമായി നടത്തിയ ചർച്ചയിൽ സാംസ്കാരിക വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സ് ഭാരവാഹികളും കലാമണ്ഡലം രജിസ്ട്രാറും പങ്കെടുത്തു. UGCയുടെ 6ാം ശമ്പള പരിഷ്കരണ അപാകത പരിഹരിച്ച് 2007 ജൂൺ മുതലുള്ള കുടിശ്ശികയും പെൻഷൻ ആനുകൂല്യങ്ങളും UGCയുടെ 7ാം ശമ്പള പരിഷ്കരണത്തിലെ അപാകത പരിഹരിച്ച് 2019 ജൂലൈ മുതലുള്ള ആനുകൂല്യങ്ങളും നൽകുന്നതിനാവശ്യമായ സത്വര നടപടി സ്വീകരിക്കുമെന്നത് ഉൾപ്പെടെയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം നിർത്തിവെച്ചതെന്ന് സമരസമിതി പ്രസിഡന്റ് കലാമണ്ഡലം M. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി കലാമണ്ഡലം S. ഗോപകുമാർ എന്നിവർ അറിയിച്ചു. UGCയുടെ 6ാം ശമ്പള പരിഷ്കരണം 2007 ജൂൺ മുതൽ അനുവദിക്കുന്നതാണെന്നും അതുപോലെ തന്നെ പെൻഷനാനുകൂല്യങ്ങൾ നൽകുന്നതാണെന്നും അതിൻ്റെ കുടിശ്ശിക നൽകുന്നതാണെന്നും 7ാം പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ 2021 നവംബർ മുതൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് യൂണിവേഴ്സിറ്റികളിലും കോളേജിലും നൽകിയതുപോലെ 2019 ജൂലൈ മുതൽ കലാമണ്ഡലത്തിൽ നടപ്പിലാക്കും എന്ന് തന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിവന്ന അനിശ്ചിതകാല സമരം തൽക്കാലം നിർത്തിവെക്കുന്നതിന് ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സ് തീരുമാനമെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കടുത്ത വേനലിലും തൃശൂർ ചിമ്മിനി ഡാമിൽ സംഭരണശേഷിയുടെ 46% വെള്ളം അവശേഷിക്കുന്നത് ഡാമിനെ ആശ്രയിക്കുന്ന കാർഷിക ജലസേചന പദ്ധതികൾക്കും ചെറുകിട വൈദ്യുതി ഉൽപാദന പദ്ധതികൾക്കും ആശ്വാസകരമാകുന്നു. കഴിഞ്ഞ വർഷം ഈ സമയത്ത് സംഭരണശേഷിയുടെ 16% മാത്രമായിരുന്നു ഡാമിലെ ജലനിരപ്പ്. അതേസമയം വർഷങ്ങളായി പ്രവേശന നിരോധനമുള്ള ചിമ്മിനി ഡാമിന് മുകളിലേക്ക് ഈ അവധിക്കാലത്തെങ്കിലും സന്ദർശനം അനുവദിക്കുന്നതിന് ഡാം സുരക്ഷാ അതോറിറ്റിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. തൃശൂർ ജില്ലയിലെ 16,000 ഹെക്ടർ വരുന്ന കോൾപ്പാടങ്ങൾക്ക് ആശ്രയമാണ് ചിമ്മിനി ഡാമിലെ വെള്ളം. നിലവിൽ 63.97 മീറ്റർ വെള്ളമാണ് ചിമ്മിനിയിൽ ഉള്ളത്. ഇത് ഡാമിൻ്റെ സംഭരണശേഷിയുടെ 46%. കഴിഞ്ഞ വർഷം ഇതേ സമയം സംഭരണശേഷിയുടെ 16% മാത്രമായിരുന്നു ജലനിരപ്പ്. വൈദ്യുതോൽപാദനത്തിനുള്ള വെള്ളം മാത്രമാണ് ഇപ്പോൾ ഡാമിൽ നിന്ന് തുറന്നുവിടുന്നത്. നിലവിൽ ദിനംപ്രതി 1.5 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ജില്ലയിലെ ഏറ്റവും വലിയ കാർഷിക ജലസേചന പദ്ധതി, അനുബന്ധമായി അപൂർവമായ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയായ വനഭൂമി, ഇക്കോ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ എന്നിങ്ങനെ ചിമ്മിനിയുടെ സവിശേഷതകൾ ഏറെയാണ്. വനയാത്ര, പ്രകൃതി പഠന ക്യാമ്പ്, ജലയാത്ര, ഉദ്യാനം, അക്വേറിയം, ഏറുമാടം തുടങ്ങിയവയ്ക്കെല്ലാം ഏറ്റവും അനുയോജ്യമായ ഇടമാണിത്. പക്ഷേ കാലാകാലങ്ങളിൽ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ചെയ്യാറുണ്ടെങ്കിലും ചിമ്മിനിയുടെ വിനോദസഞ്ചാര സാധ്യതകൾ ഇനിയും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. വനം വകുപ്പും ഇറിഗേഷൻ വിനോദസഞ്ചാര വകുപ്പുകളും ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമെല്ലാം പല സമയത്ത് ചിമ്മിനിയിൽ പദ്ധതികളുമായെത്തി. എന്നാൽ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ആവശ്യ സൗകര്യങ്ങൾ ഇപ്പോഴും അപ്രാപ്യമായതിനാൽ ഒരു വിഭാഗം സഞ്ചാരികൾ മാത്രമാണ് ചിമ്മിനിയിലെത്തുന്നത്. കടുത്ത വേനലിൻ്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയിരുന്ന സന്ദർശക വിലക്ക് നീങ്ങുന്നതോടെ
ഈ അവധിക്കാലത്ത് വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ ചിമ്മിനി ഒരുങ്ങിക്കഴിഞ്ഞു. വർഷങ്ങളായി പ്രവേശന നിരോധനമുള്ള ചിമ്മിനി ഡാമിന് മുകളിലേക്ക് ഈ അവധിക്കാലത്തെങ്കിലും സന്ദർശനം അനുവദിക്കുന്നതിന് ഡാം സുരക്ഷാ അതോറിറ്റിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറി ഹരിത ഗ്രന്ഥശാലയായി. ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് സെമിനാറും സംഘടിപ്പിച്ചു. ചടങ്ങിൽ പ്രഭാതം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് S. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KC രാജൻ സ്വാഗതം പറഞ്ഞു. സെമിനാറിൽ സമ്പൂർണ്ണ ശുചിത്വ നഗരമെന്ന വിഷയം നഗരസഭാ സെക്രട്ടറി PS. രാജേഷ് അവതരിപ്പിച്ചു. ഹരിത കർമ്മസേനാംഗങ്ങളെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു ആദരിച്ചു. ഷൊർണൂർ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ KC അശോക്, ലൈബ്രറി ട്രഷറർ MC ശങ്കരൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീജ ഹരിദാസ്, R. മണി, മനോജ്, പ്രശാന്ത്, ലൈബ്രറിയന്മാരായ CK ഗോവിന്ദൻകുട്ടി, M. റംല എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നാടിനെ ബാധിച്ച ലഹരി വിപത്തിന്റെ വ്യാപ്തിയും കൂട്ടായ്മയിലൂടെ അതിനെ ചെറുക്കേണ്ടതിന്റെ അനിവാര്യതയും വരച്ചുകാട്ടി വിരമിച്ച സർക്കാർ ജീവനക്കാർ ചേർന്ന് തൃശൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ അവതരിപ്പിച്ച തെരുവ് നാടകം ശ്രദ്ധേയമായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച ഏകദിന ലഹരി വിരുദ്ധ കലാജാഥയിലാണ് നാടകം അവതരിപ്പിക്കപ്പെട്ടത്. എഴുത്തുകാരനായ E.D. ഡേവിസ് രചനയും തിയേറ്റർ കലാകാരൻ P.D. ഡേവിസ് സംവിധാനവും നിർവഹിച്ച നാടകത്തിൽ പൂർണ്ണമായും പെൻഷനേഴ്സ് യൂണിയൻ അംഗങ്ങളാണ് അഭിനേതാക്കളായത്. സ്കൂൾ വിദ്യാർത്ഥികളായ ആൺകുട്ടികളും പെൺകുട്ടികളും ലഹരിക്ക് അടിമപ്പെടുന്നതും ഇതിനെതിരെ PTA യോഗം ചേർന്ന് ലഹരിക്കെതിരെ രക്ഷിതാക്കളെ അണിനിരത്തുന്നതുമാണ് നാടകത്തിൻ്റെ പ്രമേയം. നാടകത്തിൽ വിദൂഷകനായി വേഷമിട്ടത് സംവിധായകൻ PD പൗലോസാണ്. TA വേലായുധൻ, ഫ്രാങ്കോ, വിദ്യാധരൻ, വിജയലക്ഷ്മി, CP ത്രേസ്യ തുടങ്ങിയ 15ഓളം പേർ നാടകത്തിൽ വേഷമിട്ടു. പ്രിയമുള്ളവരെ, യോഗ നടപടികൾ നമ്മുടെ മക്കൾ ലഹരി മരുന്നുകൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മകൾ ഇപ്പോൾ വീട്ടിൽ വരും. കൊടകര ബ്ലോക്ക് പരിധിയിലെ ആമ്പല്ലൂർ, വരന്തരപ്പിള്ളി, കോടാലി, കൊടകര, കല്ലൂർ, തലോർ, പുതുക്കാട് എന്നിവിടങ്ങളിലെ സ്വീകരണ കേന്ദ്രങ്ങളിലാണ് നാടകം അരങ്ങേറിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ കൈമകുന്നത്തുകാവ് താലപ്പൊലി വർണ്ണാഭമായി. നൂറുകണക്കിന് ആളുകൾ കൂത്തുതാലപ്പൊലി മഹോത്സവത്തിൽ പങ്കെടുത്തു. മണ്ണൂർ സ്വരൂപത്തിൽ നിന്ന് കുതിര എഴുന്നള്ളിപ്പോടെയാണ് ആഘോഷ പരിപാടികൾ സജീവമായത്. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് താലപ്പൊലി ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, മേളം എന്നിവയുണ്ടായി. ഉച്ചയ്ക്ക് ശേഷം മണ്ണൂർ സ്വരൂപത്തിൽ നിന്ന് കുതിരയെഴുന്നള്ളിപ്പ് ക്ഷേത്ര മൈതാനത്തെത്തി. മറ്റ് വേലകളും ക്ഷേത്ര മൈതാനത്തിലെത്തി അണിനിരന്നു. നാൽപ്പതോളം ദേശവേല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പകൽവേലകൾ ക്ഷേത്രത്തിലെത്തി. മേളം, പഞ്ചവാദ്യം, കുതിരകളി, നാദസ്വരം, സിംഗിൾ തായമ്പക, തുടർന്ന് ഡബിൾ തായമ്പക എന്നിവയുണ്ടായി. ബുധനാഴ്ച പുലർച്ചെ പഞ്ചവാദ്യം, ശ്രീരാമ പട്ടാഭിഷേകം, കൂത്ത്, തുടർന്ന് കുതിര, കാളകളി എന്നിവയോടെ കൂത്തുതാലപ്പൊലിക്ക് സമാപനമായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അമ്പലപ്പാറ മുതലപ്പാറ പൂരം കൊടിയേറി. ഇതോടെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിൽ തുടക്കമായത്. ക്ഷേത്രം ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു പൂരം കൊടിയേറ്റം. കൊടിയേറ്റത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ നടന്നു. കഴിഞ്ഞ രാത്രി 9-നായിരുന്നു പൂരം കൊടിയേറ്റം. ക്ഷേത്രം ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിലാണ് ഉത്സവത്തിന് കൊടിയേറിയത്. തന്ത്രി ഈക്കാട്ടുമനക്കൽ നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. അമ്മേ നാരായണ
വൈകിട്ട് 6:30 ആധ്യാത്മിക പ്രഭാഷണം നടന്നു. കൊടിയേറ്റത്തിന് ശേഷം അഭിനയ നൃത്ത കലാക്ഷേത്രത്തിന്റെ നൃത്തനൃത്യങ്ങളുമുണ്ടായി. പൂരം വരെ എല്ലാ ദിവസവും വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ വിവിധ കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. ഏപ്രിൽ 1-നാണ് മുതലപ്പാറ പൂരം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓടന്നൂർ മുണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കൊടിമരത്തിന്റെ പഞ്ചവർഗത്തറ സമർപ്പണം നടന്നു. ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യത്തിലായിരുന്നു സമർപ്പണ ചടങ്ങ്. ക്ഷേത്രം തന്ത്രി പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിൽ കൊടിമരത്തിന്റെ പഞ്ചവർഗത്തറ സമർപ്പിച്ചത്. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. തറ സമർപ്പണത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷ പൂജകളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വരവൂരിൽ യുവാവിനെ വീടിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി. വരവൂർ സ്കൂളിന് സമീപം വടക്കോട്ട് വീട്ടിൽ 38 വയസ്സുള്ള സ്വാമിനാഥനാണ് മരിച്ചത്. ചേലക്കര അന്തിമഹാകാളൻകാവ് വേല കാണാൻ അമ്മയ്ക്കൊപ്പം ബന്ധുവീട്ടിൽ പോയി ഒറ്റയ്ക്കാണ് സ്വാമിനാഥൻ മടങ്ങി വന്നത്. മറ്റുള്ളവർ തിരിച്ചെത്തിയപ്പോൾ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സ്വാമിനാഥൻ അവിവാഹിതനാണ്. സഹോദരി സജിത. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. ലഹരി വിപത്തിനെതിരെ പരസ്പരം പഴിചാരുന്നത് ബാലിശം. ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഇഫ്താർ വിരുന്നും. കണ്ണാടിയിൽ ആശാ വർക്കർമാർക്ക് CPM അംഗത്തിന്റെ ഭീഷണി. തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്നവരെ പിന്തുണയ്ക്കുന്നവർക്ക് പിന്നെ പണിയുണ്ടാകില്ല. ഭീഷണി മുഴക്കിയത് വാട്സപ്പ് മുഖേന. ആരെങ്കിലും സമരത്തിൽ പങ്കെടുത്തതായി വിവരം ലഭിച്ചാൽ അക്കാര്യം ഏരിയ സെക്രട്ടറിയെ അറിയിക്കണമെന്നും പുള്ളേരിയിലെ വനിതാ LC അംഗത്തിന്റെ നിർദ്ദേശം. ചെറുതുരുത്തി കലാമണ്ഡലത്തിന് മുന്നിൽ വിരമിച്ച അധ്യാപകർ നടത്തിവന്ന അനിശ്ചിതകാല സമരം പിൻവലിച്ചു. 15 ദിവസം നീണ്ടുനിന്ന സമരം പിൻവലിച്ചത് ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന സർക്കാർ ഉറപ്പിൽ. ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സ് സമരം ചെയ്തത് ശമ്പള കുടിശ്ശികയും പെൻഷൻ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട്. പാരമ്പര്യത്തിന്റെ തലയെടുപ്പും വർണ്ണക്കാഴ്ചകളുടെ വിസ്മയവുമായി മണ്ണൂർ കൈമകുന്നത്തുകാവ് കൂട്ടുതാലപ്പൊലി ആഘോഷത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. അമ്പലപ്പാറ മുതലപ്പാറ പൂരത്തിന് ആവേശക്കൊടിയേറ്റം. പൂരം ഏപ്രിൽ 1-ന്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.